2 കപ്പ് ചായയുമായി അച്ചു പടികൾ കയറി മുകളിലെത്തി. അപ്പോൾ തന്നെ മുറിക്കുള്ളിൽ നിന്നുള്ള അജുവിൻ്റെയും ബദ്രിയുടെയും ചിരിയും വർത്തമാനങ്ങളും കേൾക്കാമായിരുന്നു. അവർ അജുവിൻ്റെ മുറിയിലാണെന്നുള്ളതെന്ന് മനസ്സിലാക്കി അച്ചു നേരെ ആ മുറി ലക്ഷ്യമാക്കി നടന്നു. മുറിക്കുള്ളിൽ ബെഡിൽ കിടക്കുന്ന ബദ്രിയുടെ മേലേക്ക് വീണ് അജു ഓരോ തമാശകൾ പറഞ്ഞ് അവനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു. അച്ചു വാതിൽ പടിയിൽ നിന്ന് പതുക്കെ മുറിക്കുള്ളിലേക്ക് കയറി. അച്ചു വളരെ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, ചായ. അച്ചുവിൻ്റെ ശബ്ദം കേട്ടതും അജു പെട്ടെന്ന് എഴുന്നേറ്റിരുന്ന ആവശ്യത്തോടെ പറഞ്ഞു, ആഹാ, രാവിലത്തെ അടാറ് ചായയുമായി അച്ചു എത്തിയല്ലോ. ഡാ ബദ്രി, ഇത് വാങ്ങിക്കുടിക്കടാ. ബദ്രി തണുപ്പിൻ മട്ടിൽ അച്ചുവിൻ്റെ മുഖത്ത് പോലും നോക്കാതെ പറഞ്ഞു, എനിക്കിപ്പോൾ വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാം, നീ കുടിച്ചോ. അത്രയും പറഞ്ഞ് ബദ്രി തിരിഞ്ഞു കിടന്നു. ബദ്രിയുടെ ആ പെട്ടെന്നുള്ള അവഗണന കണ്ടതും അജുവിന് വിഷമം തോന്നി. അച്ചുവിൻ്റെ വിറക്കുന്ന കൈകളും വാടിയ മുഖവും അവൻ ശ്രദ്ധിച്ചു. അച്ചു, നീ അത് അവിടെ വെച്ചേക്ക്. അല്ല, നീ കുടിച്ചോ. അജുവിൻ്റെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ പോലും ശക്തിയില്ലാതെ ഒന്ന് വാടിയ മുഖത്തോടെ അച്ചു പതുക്കെ തലയാട്ടി. 2 കപ്പ് ചായയും അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് കണ്ണീർ പുറത്തു വരാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചു പിടിച്ച് അവൾ വേഗത്തിൽ ആ മുറിയിൽ നിന്നും പുറത്തേക്ക് നടന്നുപോയി. അച്ചു വിഷമത്തോടെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയതും അത്രയും നേരം തമാശ പറഞ്ഞിരുന്ന അജുവിൻ്റെ മുഖം ആകെ മാറി. അവൻ വലിയ ഗൗരവത്തിൽ കട്ടിൽ കിടക്കുന്ന ബദ്രിക്ക് അടുത്ത് ചെന്നു. അജു ഗൗരവം കലർന്ന സ്വരത്തിൽ പറഞ്ഞു, നീ ഈ ചെയ്യുന്നത് അല്പം കൂടുതലാണ് ബദ്രി. നിനക്ക് എന്താടാ ആ കുട്ടിയോടൊന്ന് സംസാരിച്ച? നിനക്ക് ആ ചായയെങ്കിലും ഒന്ന് വാങ്ങി കുടിച്ചൂടായിരുന്നോ? പാവമല്ലടാ അവൾ. ബദ്രി ഒന്നും മിണ്ടാതെ നിശബ്ദനായി കിടന്നു. ബദ്രി ഒരു ദീർഘശ്വാസം എടുത്ത് അജുവിനോടായി പറഞ്ഞു, സത്യം പറയാല അജു, ആ കുട്ടി ഒട്ടും ആക്റ്റീവല്ല. അതിന് നീ അച്ചുവിനോട് സംസാരിച്ചോ? ഇല്ലല്ലോ. എന്നാലല്ലേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. അജുവിൻ്റെ ആ ഉപദേശം കേട്ടതും ബദ്രി പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു, നീ ആ മിയയെ ഒന്ന് നോക്കിക്കേ അജു. ആ കുട്ടി എത്ര പെട്ടെന്ന് എല്ലാവരോടും മിങ്കിളാകുന്നത്. അച്ചുവിനെ പോലെയല്ല അവൾ. ബദ്രി മിയയെക്കുറിച്ച് പറഞ്ഞതും അജു ഒരു തണുത്ത പുഞ്ചിരിയോടെ അവനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഓ, അപ്പോൾ അതാണ് മോൻ്റെ മനസ്സിലിരിപ്പല്ലേ. ഒന്നും കൂടുതൽ പറയേണ്ട ബദ്രി. നീ ഇപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലാകുന്നുണ്ട്. അജുവിൻ്റെ ആ വാക്കുകളിലെ അർത്ഥം മനസ്സിലായതും ബദ്രി അജുവിനെ ഒന്ന് നോക്കി. എൻ്റെ അജു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ലടാ. ഞാൻ വെറും ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അജുവിന് ബദ്രിയുടെ സംസാരം തീരെ ഇഷ്ടമായില്ല. നീ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും ശരി ബദ്രി, നീ അച്ചുവിനെയും മിയയെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. മിയ വളർന്ന സാഹചര്യമല്ല അച്ചുവിൻ്റേത്. പുതിയൊരു വീട്ടിലേക്ക് തികച്ചും അപരിചിതരായ ആളുകളുടെ ഇടയിലേക്ക് കടന്നു വന്ന പെൺകുട്ടിയാണ് അച്ചു. അതിൻ്റേതായ പേടിയും സങ്കടവും അവൾക്കുണ്ടാകും. അജു നിർത്തിയിട്ട് വീണ്ടും തുടർന്നു, അതിനെയാണോ നീ ആക്റ്റീവല്ലെന്ന് പറയുന്നത് ബദ്രി? നീ ആദ്യം അവളോട് കൂട്ടാവാൻ നോക്ക്. ബദ്രിയുടെ ഓരോ മറുപടിയിലും പെരുമാറ്റത്തിലും അച്ചുവിനെ അവൻ്റെ മനസ്സിൽ 1 ഇഞ്ച് സ്ഥാനം പോലും ഇല്ലെന്ന് അവന് വ്യക്തമായി. ഉള്ളിൽ വല്ലാത്തൊരു ഭാരത്തോടെ അജു കട്ടിലേക്ക് തളർന്നിരുന്നു. അതേസമയം അച്ചു മുറിയിലേക്ക് നടന്നു. മുറിക്കുള്ളിലെത്തിയ അവൾ കട്ടിലേക്ക് ചെന്നിരുന്നു. ഈ വലിയ വീട്ടിൽ എല്ലാവരുടെയും സ്നേഹത്തിന് നടുവിലും അവൾ തികച്ചും ഒറ്റപ്പെട്ടതുപോലെ തോന്നി. അച്ചു ഉള്ളിലെ വിഷമം അടക്കി പിടിച്ചുകൊണ്ട് ഓർത്തു, എത്ര കാലം ഞാനിങ്ങനെ ഒന്നും സംഭവിക്കാത്തതുപോലെ അഭിനയിച്ച് ജീവിക്കും. ഭവാനി അമ്മയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാലോ? പക്ഷെ അമ്മയുടെ ഉള്ളം തകർന്നു പോവില്ലേ? വേണ്ട, ഞാൻ കാരണം ഇനി ആരുടെ ഹൃദയവും വേദനിക്കരുത്. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സ്വന്തം വിധിയെ ഓർത്ത് അവൾ വിങ്ങിപ്പൊട്ടി. അവളുടെ കവിളുകളിലൂടെ കണ്ണീർ തുള്ളികൾ തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് ബദ്രി അകത്തേക്ക് വന്നത്. അവൻ്റെ കാൽപ്പെരുമാറ്റം കേട്ടതും അച്ചു ഞെട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു. തിരിഞ്ഞു നിന്ന് അവൻ കാണാതിരിക്കാൻ വേഗത്തിൽ കവിളിലെ കണ്ണുനീർ തുടച്ചു മാറ്റി. പക്ഷേ അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ, ഒരൊറ്റ വാക്കുപോലും മിണ്ടാതെ ബദ്രി നേരെ ബാത്റൂമിലേക്ക് കയറിപ്പോയി. ഉള്ളിലെ സങ്കടം കടിച്ചിറക്കി അച്ചു പതുക്കെ താഴേക്ക് ഇറങ്ങിപ്പോയി. അവളുടെ വിങ്ങിയ മുഖവും തളർന്ന നടപ്പും ദൂരെ നിന്ന് നോക്കിക്കണ്ട മിയയുടെ ഉള്ളിൽ അതിരറ്റ സന്തോഷമാണ് ഉണ്ടാക്കിയത്. ബദ്രിയുടെ ഈ അവഗണന അച്ചുവിനെ തളർത്തുന്നുണ്ടെന്ന കാഴ്ച മിയക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. താഴെ ഹാളിൽ ഭവാനി അമ്മ വളരെ തിരക്കിലാണ്. അന്ന് നടക്കാൻ പോകുന്ന നൈറ്റ് പാർട്ടിക്കായി അച്ചുവിന് ധരിക്കാനുള്ള ഡ്രസ്സ് ഭംഗിയായി ഒരുക്കി വെക്കുകയായിരുന്നു അവർ. സത്യത്തിൽ ബദ്രിയുടെ കടുത്ത നിർബന്ധമായിരുന്നു ഈ ഡ്രസ്സ് വേണമെന്ന്. ഫ്രണ്ട്സിൻ്റെ മുന്നിൽ അച്ചു കാരണം തനിക്കൊരു നാണക്കേടുണ്ടാകരുത് എന്ന ചിന്ത കൊണ്ടാണ് അവൻ അത് ആ ഡ്രസ്സ് എടുത്ത് നൽകിയത്. ഭവാനി അമ്മയ്ക്ക് ഇതിൽ വലിയ താല്പര്യമില്ലായിരുന്നെങ്കിലും മകൻ്റെ ആഗ്രഹമായതുകൊണ്ട് എതിർത്തൊന്നും പറഞ്ഞില്ല. അച്ചു താഴേക്ക് വന്നതും ഭവാനി അമ്മ അവളെ സ്നേഹത്തോടെ അടുത്തേക്ക് വിളിച്ചു. മോളെ അച്ചു, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാണ് ഇന്ന് രാത്രി നിനക്കിടാനുള്ള ഡ്രസ്സ്. അവർ നീട്ടിയ ആ ബോക്സ് തുറന്നതും അച്ചുവിൻ്റെ കണ്ണുകൾ തള്ളിപ്പോയി. അതൊരു ബ്ലാക്ക് സ്ലീവ്ലെസ് ഗൗണായിരുന്നു. അച്ചുവിന് സ്ലീവ്ലെസ്സും കഴുത്തിറങ്ങിക്കിടക്കുന്നതുമായ വസ്ത്രങ്ങൾ ഇടുന്നത് തീർത്തും മടിയുള്ളതും പ്രയാസമുള്ളതുമായ ഒന്നായിരുന്നു. ആ വസ്ത്രം കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥതയും ഭയവും നിറഞ്ഞു. പക്ഷെ ആ വീട്ടിൽ പുതിയൊരു അംഗമായി വന്ന താൻ ഇപ്പോൾ തന്നെ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന് ഭയന്ന് ഉള്ളിലെ മടിയും വിഷമവും പുറത്ത് കാണിക്കാതെ അവൾ അത് പതുക്കെ വാങ്ങി. അച്ചുവിൻ്റെ മുഖത്ത് പടർന്ന ആ വിഷമവും മടിയും കണ്ട് ഭവാനി അമ്മക്ക് കാര്യങ്ങൾ മനസ്സിലായി.
തൻ്റെ മകൾക്ക് ഇത്തരം വസ്ത്രങ്ങൾ ഒട്ടും ശീലമില്ലെന്ന് അവർക്ക് നന്നായി അറിയാമായിരുന്നു. അവർ പതുക്കെ അച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ കൈകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, മോളെ, അമ്മക്കറിയാം നിനക്കിതൊന്നും ഇഷ്ടമില്ലെന്ന്. ബദ്രിയുടെ പുറത്തുനിന്ന് വരുന്ന ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ മോളെ. അവർക്കിടയിൽ എൻ്റെ മോൾ വിഷമിക്കരുത് എന്ന് കരുതിയാ ഞാനും പിന്നെ സമ്മതിച്ചത്. കുഴപ്പമില്ല മോളെ, കുറച്ച് നേരത്തെ കാര്യത്തിനല്ലേ. എൻ്റെ കുട്ടി ഒന്ന് ക്ഷമിച്ചേക്ക്. അമ്മയുടെ ആത്മാർത്ഥത നിറഞ്ഞ സ്നേഹത്തിന് മുന്നിൽ അച്ചുവിനെ ഒരക്ഷരം പോലും എതിർത്ത് പറയാൻ കഴിഞ്ഞില്ല. ഭവാനി നമുക്ക് വിഷമമാകരുതെന്ന് കരുതി അവൾ പുഞ്ചിരിക്കാൻ ശ്രമിച്ച് പതുക്കെ തലയാട്ടി സമ്മതിച്ചു. എന്നാൽ കുറച്ചു മാറി നിന്ന് ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന മിയയുടെ മനസ്സിൽ വിഷചിന്തകൾ പുകയുകയായിരുന്നു. അച്ചുവിൻ്റെ ഈ നിരസിക്കാനാവാത്ത അവസ്ഥ കണ്ടപ്പോൾ മിയയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ പുഞ്ചിരി ഉടർന്നു. മിയ ദുഷ്ടത നിറഞ്ഞ ചിന്തകളോടെ മനസ്സിൽ പറഞ്ഞു, കൊള്ളാം. ഇന്ന് രാത്രിയിലെ പാർട്ടിയിൽ അച്ചു, നിനക്ക് ഞാനൊരു മുട്ടൻ പണി മാറ്റിവെച്ചിട്ടുണ്ട്. ഇത്രയും നാൾ നീ അനുഭവിച്ച സങ്കടമൊന്നുമല്ല ഇന്ന് രാത്രി നിന്നെ കാത്തിരിക്കുന്നത്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഞാൻ നാണം കെടുത്തും. തൻ്റെ ഉള്ളിലെ ആ കുതന്ത്രവും ഓർത്ത് മിയ തിരിഞ്ഞു നടന്നു. വൈകുന്നേരം അടുക്കുന്തോറും അച്ചുവിൻ്റെ ഉള്ളിലെ പരിഭ്രമം ഇരട്ടിച്ചു കൊണ്ടിരുന്നു. സന്ധ്യ മയങ്ങിയതോടെ എല്ലാവരും തിരക്കുകളിലായി. ഭവാനി അമ്മയുടെ മുറിയിൽ കട്ടിലിൻ്റെ ഒരറ്റത്തിരിക്കുകയായിരുന്നു അച്ചു. പാർട്ടിക്ക് പോകണമല്ലോ എന്ന ചിന്ത അവളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഒരിക്കലും ശീലമില്ലാത്ത, തനിക്കൊട്ടും ചേരാത്ത ആ ഗൗൺ ധരിക്കേണ്ടി വരുന്നതിൻ്റെ ആദ്യമായിരുന്നു അവൾക്ക്. അപ്പോഴാണ് ഭവാനി അമ്മ ഡ്രസ്സ് അടങ്ങിയ പെട്ടി അച്ചുവിൻ്റെ കൈകളിൽ കൊടുത്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ പറഞ്ഞത്, മോളെ അച്ചു, സമയം ഒരുപാടായി. മോള് പോയി ഡ്രസ്സ് മാറ്റി ഒരുങ്ങാൻ നോക്ക്. സമയത്തിന് ഒരുങ്ങി ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്നും വഴക്ക് കിട്ടും. ഭവാനി അമ്മ പറയുന്നത് കേട്ട് അച്ചു പതുക്കെ തലയുയർത്തി അമ്മയെ നോക്കി. അച്ചു ആശങ്കയോടെ ചോദിച്ചു, അമ്മ വരുന്നില്ലേ? ഇല്ല മോളെ, അമ്മ വരുന്നില്ല. അത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതല്ലേ, ആകെ ക്ഷീണമാകും. നിങ്ങൾ മക്കൾ പോയി സന്തോഷമായിട്ട് വാ. അമ്മയും കൂടെ ഇല്ലെന്നറിഞ്ഞപ്പോൾ അച്ചുവിൻ്റെ ഉള്ളിലെ ഭയം ഇരട്ടിച്ചു. എങ്കിലും അമ്മയ്ക്ക് മുന്നിൽ അത് പുറത്ത് കാണിക്കാതെ മനസ്സില്ലാ മനസ്സോടെ അവൾ ആ ഗൗണും കയ്യിലേന്തി പതുക്കെ മുറിയിലേക്ക് നടന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ആ ഡ്രസ്സിലേക്ക് നോക്കുമ്പോഴും തൻ്റെ മനസ്സിന് അത് ഒട്ടും പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ബദ്രിയുടെ ഫോണിലേക്ക് കൂട്ടുകാരുടെ വിളി എത്തിയിരുന്നു. വിദേശത്ത് നിന്നുള്ള അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും കൊച്ചി മാരിയറ്റ് ഹോട്ടലിൽ എത്തിയെന്ന വിവരമാണ് അവർ അറിയിച്ചത്. മറ്റുള്ളവർക്ക് ആവേശമായിരുന്നെങ്കിലും ബദ്രിയുടെ മനസ്സിൽ കനത്ത മടുപ്പായിരുന്നു. ബദ്രി സ്വയം പിറുപിറുത്തുകൊണ്ട് പറഞ്ഞു, ഈ കടമ്പ് കൂടി ഒന്ന് പെട്ടെന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ ആശ്വാസമായേനെ. ആവശ്യമില്ലാതെ ഓരോരുത്തർക്കും മുന്നിലും ഒരു കോമാളിയായി അഭിനയിക്കുമ്പോൾ ദേഷ്യം വരുന്നു. എന്നാൽ അജു വളരെ ഹാപ്പിയാണ്. പാർട്ടി ആഘോഷിക്കാനും അച്ചുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കാനും സന്തോഷത്തോടെ നിൽക്കാൻ അവൻ കാത്തിരിക്കുകയാണ്. മറുവശത്ത് മിയ ആകട്ടെ നിഗൂഢമായ എന്തോ ചിന്തയിലാണ്. ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അച്ചുവിനെ എങ്ങനെ നാണം കെടുത്തണമെന്ന കണക്കുകൂട്ടലിലായിരുന്നു അവൾ. ആ കറുത്ത ഗൗണിൽ അച്ചുവിനെ കാണാൻ ശരിക്കും ഒരു ബാർബി ഡോളിനെ പോലെ ഉണ്ടായിരുന്നു. എടുത്തു പറയേണ്ടത്ര ഭംഗിയായിരുന്നു അവൾക്ക്. ആ ബ്ലാക്ക് കളർ അവളുടെ വെളുത്ത ചർമ്മത്തിന് അത്രമേൽ ചേരുമായിരുന്നു. അധികം ആർഭാടങ്ങളൊന്നുമില്ലാതെ ആ വസ്ത്രത്തിന് അനുയോജ്യമായ ചെറിയൊരു ഡയമണ്ട് നെക്ലസും കുഞ്ഞു ഇയറിങ്സും മാത്രമാണ് അവൾ അണിഞ്ഞിരുന്നത്. വസ്ത്രം മാറി പടികൾ ഓരോന്നായി താഴേക്ക് ഇറങ്ങി വരുന്ന അച്ചുവിനെ കണ്ടതും ഹാളിൽ നിന്ന് മിയ കണ്ണെടുക്കാതെ അവളെ തന്നെ നോക്കി നിന്നു. എന്നാൽ അച്ചുവിൻ്റെ മുഖത്താകട്ടെ വല്ലാത്തൊരു മടിയും ഭയവുമായിരുന്നു. കഴുത്തൽപ്പം ഇറങ്ങിയതും കൈകളില്ലാത്തതുമായ ആ ഡ്രസ്സ് അവൾക്കൊട്ടും കംഫർട്ടായിരുന്നില്ല. നാണം കൊണ്ട് അസ്വസ്ഥത കൊണ്ടും കൈകൾ ചേർത്ത് പിടിച്ചാണ് അവൾ പടികൾ ഇറങ്ങിയത്. തൊട്ടു പിന്നാലെ കറുത്ത ഷർട്ടും സ്യൂട്ടും അണിഞ്ഞ് ബദ്രിയും താഴേക്ക് ഇറങ്ങി വന്നു. രണ്ടുപേരും ബ്ലാക്ക് വസ്ത്രങ്ങളിൽ ഒരേപോലെ തിളങ്ങുകയായിരുന്നു. ആ കറുപ്പ് വസ്ത്രങ്ങളിൽ തിളങ്ങി ഒരുമിച്ച് പടികൾ ഇറങ്ങി വരുന്ന ബദ്രിയെയും അച്ചുവിനെയും കണ്ടപ്പോൾ മിയയുടെ ഉള്ളിൽ ദേഷ്യവും അസൂയയും ഇരട്ടിച്ചു കയറി. തനിക്കൊരിക്കലും ലഭിക്കാത്ത എന്തോ ഒന്നുള്ളതുപോലെ അവൾക്ക് തോന്നി. യാത്ര ചെയ്യാനുള്ള മടിയും ക്ഷീണവും കാരണമാണ് ഭവാനി അമ്മ ഈ ഫംഗ്ഷനിൽ നിന്നും മുൻകൂട്ടി ഒഴിഞ്ഞു മാറിയത്. ഭവാനി അമ്മയോട് യാത്ര പറഞ്ഞ് അവർ ഇറങ്ങി. അങ്ങനെ അവരെല്ലാവരും കൂടി കാറിൽ കൊച്ചിയിലെ പ്രശസ്തമായ കൊച്ചി മാരിയറ്റ് ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നു. വർണ്ണാഭമായി അലങ്കരിച്ച ആ ഹോട്ടലിൻ്റെ മുന്നിൽ ബദ്രിയെയും കാത്ത് അവൻ്റെ ഓഫീസിലെ മേലധികാരികളും സഹപ്രവർത്തകരും നിൽപ്പുണ്ടായിരുന്നു. കാറിൽ നിന്നിറങ്ങിയ ബദ്രിയെ കണ്ടവർ ആവേശത്തോടെ അടുത്തേക്ക് വന്നു. ബദ്രിയുടെ കൂടെ ആ കറുത്ത ഗൗണിൽ തിളങ്ങി നിൽക്കുന്ന അച്ചുവിനെ കണ്ടപ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. എന്നാൽ അപരിചിതമായ ആ അന്തരീക്ഷവും ഓഫീസർമാരുടെ നോട്ടവും കണ്ടത് അച്ചു അസ്വസ്ഥമായി ബദ്രിയുടെ അരികിലേക്ക് ചേർന്നു നിന്നു. ഓരോരുത്തരായി അച്ചുവിൻ്റെ അടുത്തേക്ക് വന്ന് സ്വയം പരിചയപ്പെടാൻ തുടങ്ങി. ഉള്ളിൽ വല്ലാത്ത ഭയവും വിറയലും ഉണ്ടായിരുന്നിട്ടും തികച്ചും വിനയത്തോടെയും മനോഹരമായ ഒരു പുഞ്ചിരിയോടെയുമാണ് അച്ചു അവരോടൊക്കെ സംസാരിച്ചത്. അവളുടെ പെരുമാറ്റത്തിലെ ആ പക്വത അവിടെയുണ്ടായിരുന്നവരെല്ലാം ശ്രദ്ധിച്ചു. അതിനിടയിലാണ് ഹോട്ടലിലെ വെയിറ്റർ എല്ലാവർക്കും കൂൾ ഡ്രിങ്ക്സുമായി അവിടെ എത്തിയത്. കൂട്ടത്തിൽ നിന്നും അല്പം മാറി നിൽക്കാനായി അച്ചു പതുക്കെ പിന്നോട്ട് അടിവെച്ചതും തൊട്ടു പിന്നിൽ ആരും കാണാതെ നിൽക്കുകയായിരുന്ന മിയ അച്ചുവിൻ്റെ ഗൗണിൻ്റെ താഴെ അറ്റത്ത് മനഃപൂർവ്വം ചവിട്ടി. ഉയർന്ന ഹൈ ഹീൽസ് അണിഞ്ഞിരുന്ന അച്ചുവിൻ്റെ കാലുകൾ പെട്ടെന്ന് സ്ലിപ്പായി.
ബാലൻസ് തെറ്റി അവൾ ട്രേയിലേക്ക് ചെന്ന് വീഴുകയും ട്രേയിലുണ്ടായിരുന്ന കൂൾ ഡ്രിങ്ക്സിൻ്റെ ഗ്ലാസുകൾ മുഴുവനും താഴെ ചിന്നിച്ചെതറുകയും ചെയ്തു. ആ ശബ്ദം കേട്ട് ഹാളിലുണ്ടായിരുന്ന എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. തൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഓഫീസർമാരുടെയും മുന്നിൽ വെച്ച് നടന്ന ആ അപമാനം കണ്ടതും ബദ്രി നിയന്ത്രണം വിട്ടു. ചുറ്റുമുള്ള പരിസരവും ആളുകളെയും മറന്ന് അവൻ കടുത്ത ദേഷ്യത്തോടെ അച്ചുവിൻ്റെ അരികിലേക്ക് വന്നു.